ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാധികയോട് അങ്ങനെ പറയേണ്ടി വന്നതിലും രാധിക വീട് വിട്ടു പോയതിലും ഏറ്റവും സങ്കടപ്പെടുന്നത് തന്ത്രി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ തന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് രാധികയായിരുന്നു. ഇന്നതൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് കൂടെ രാധികയില്ല. അദ്ദേഹം തന്നെ എല്ലാം എടുത്തു വെക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരം വല്ലാതെ വരികയും വീഴാൻ പോവുകയും ചെയ്യുന്നുണ്ട്. യശോദ അദ്ദേഹത്തിനെ പിടിച്ച് അവിടെ ആ സോഫയിൽ ഇരുത്തുന്നുണ്ട്. അവിടേക്ക് മുത്തശ്ശി വരികയും ഇതിന്റെ പേരിൽ തന്ത്രിയെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞ് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കണമെന്ന് മുത്തശ്ശി പറയുന്നു. ഇരിക്കട്ടെ, യശോദ മുത്തശ്ശിയോട് പറയുന്നു. അമ്മയെ നേരം വെളുക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മുത്തശ്ശിയുടെ ഈ വാക്കുകൾ യശോദയ്ക്കും തന്ത്രിക്കും ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് മുറ്റത്ത് നിൽക്കുകയായിരുന്നു മുത്തശ്ശി. അവിടേക്ക് വളരെ സ്പീഡിൽ മുത്തശ്ശി ഇടിക്കാൻ തക്കോണം വണ്ടി ഓടിച്ച് വന്നിരിക്കുകയാണ് വരുൺ. എന്നാൽ മുത്തശ്ശി ഒന്ന് വിരട്ടാൻ വേണ്ടിയാണ് വണ്ടി മുന്നോട്ടേക്ക് എടുത്തത്. പെട്ടെന്ന് തന്നെ ഇടിക്കാൻ വരുന്നു എന്ന് കരുതി മുത്തശ്ശി പെട്ടെന്ന് ചാടി ഉമ്മറത്തേക്ക് കയറുന്നു. വളരെ ദേഷ്യത്തോടെ പറയുന്നു, ഓ ഏതവനായിതെന്ന്. അപ്പോഴേക്കും വരുൺ വണ്ടിയിൽ നിന്നും ഇറങ്ങി. വരുണിനെ അവിടെ കണ്ടപാടെ ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശി. വരുൺ അവിടേക്ക് വന്നത് രാധികയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും രാവിലെ രാധിക അവിടെ കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വരുണിന്റെ വരവ്. അതും ആ സമയത്ത് വെളുപ്പാങ്കാലത്ത് തന്നെ. എന്നാൽ രാധിക അവിടെ ഇല്ലാത്തത് കൊണ്ട് വരുണിനോട് എന്ത് പറയും എന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് മുത്തശ്ശി. യശോദയും വരുണിനെ കാണുന്നു. തുടർന്ന് ശ്യാമ രാധികയെ ഒരു സാരി ഉടുപ്പിക്കുന്നുണ്ട്. അമ്മ മകൾക്ക് സാരി ഉടുത്തു കൊടുക്കുന്നു. സ്നേഹത്തോടെ അമ്മ സാരി ഉടുത്ത് തരുന്നത് നോക്കി നിൽക്കുകയാണ് രാധിക. സാരി ഉടുത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ണാടിയിൽ നോക്കുകയാണ് രാധിക. വളരെ ഇഷ്ടമാവുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.